ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, Kerala's No.1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISSNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. Good evening all. Welcome to Prepwise UG+. നമ്മളിന്ന് ടാർഗറ്റ് ടിസ്നെറ്റ് 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മുന്നേയും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കുറേ സെഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തുക, സോ യു വോണ്ട് മിസ് എനി നോട്ടിഫിക്കേഷൻസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ടിസ്നെറ്റ് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ട്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ the teacher added the stipulation that all projects had to be dash. No student could carry out research on an area that had already been explored by someone else. ഇപ്പോൾ ടീച്ചർ എന്താണ് ഒരു സ്റ്റൈപ്പുലേഷൻ, അതൊരു കണ്ടീഷൻ റിക്വയർമെന്റ് പറയാണ്, എല്ലാ പ്രൊജക്ട്സും ഇന്ന ആവണം. ആ ഒരു ബ്ലാങ്കിലാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. No student could carry out research on an area that had already been explored by someone else. മറ്റുള്ളവർ എക്സ്പ്ലോർ ചെയ്ത ഒരു ഏരിയയിൽ നിന്ന് റിസർച്ച് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഒറിജിനൽ, ഓപ്ഷൻ ബി കൺസ്ട്രക്റ്റീവ്, ഓപ്ഷൻ സി എക്സ്റ്റെൻസീവ്, ഓപ്ഷൻ ഡി കൺവിൻസിങ്. ഓപ്ഷൻ എ ഒറിജിനൽ എന്നാൽ നമുക്കറിയാം ഒരു ഏർലി ഫോം, അല്ലെങ്കിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളത്, ഒരു ആദ്യത്തേതായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏർലി പീസ് ഓഫ് എന്തെങ്കിലും ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആണ് നമുക്ക് പറയാം റിയൽ ആയിട്ടുള്ളത്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നൊക്കെ കേട്ടിട്ടുള്ളത്, നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തേതിനാണ് കൺസ്ട്രക്റ്റീവ് എന്ന് പറയാം. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിനാണ് എക്സ്റ്റെൻസീവ് എന്ന് പറയാം. കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാതെ, അതായത് ഇത് ശരിയാണ് റിയൽ ആണെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുക, അതാണ് ആ ഒരു മീനിങ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മാച്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും, കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഏതൊരു ഓപ്ഷൻ എ ആയ ഒറിജിനൽ ആണ്. നമ്മൾ ഒറിജിനൽ ആയിരിക്കണം, നമ്മുടെ വർക്ക് ഒറിജിനൽ, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ ഒറിജിനൽ ആണെന്ന് നമ്മൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആൻസർ ഓപ്ഷൻ എ ആയ ഒറിജിനൽ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, had you been at the disaster site, you would have understood the magnitude of the destruction. Of the given options, which one does not mean magnitude as used in the above sentence? അപ്പോൾ ഇതിൽ പറയുന്ന ഡിസാസ്റ്റർ സൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡിസ്ട്രക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇതിൽ മാഗ്നിറ്റ്യൂഡ് എന്ന വേർഡുമായിട്ട് വലിയ ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ഓപ്ഷൻസിൽ ഏതാണെന്ന് പറയണം. ഓപ്ഷൻ എ എനോമിറ്റി, ഓപ്ഷൻ ബി സ്കെയിൽ, ഓപ്ഷൻ സി സിഗ്നിഫിക്കൻസ്, ഓപ്ഷൻ ഡി ക്വാണ്ടം. ഇതിൽ എനോമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്തിന് ഇൻറ്റൻസ് ഭയങ്കര കൂടുതലാന്ന് കാണിക്കാനാണ്, വലിയ സൈസ് ഒരുപാടുണ്ടെന്ന് കാണിക്കാൻ. സ്കെയിൽ അതുപോലെ തന്നെ നമ്മൾ സൈസ് മെഷർ ചെയ്യുന്ന എന്നാണ് പറയാം. ക്വാണ്ടം ഏകദേശം അതുപോലത്തെ ഒരു മീനിങ് ആണ്, ഒരു മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് പോലെയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസിന്റെ മീനിങ് നമുക്കറിയാം ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൽ പറയാം നമുക്കൊരു മാഗ്നിറ്റ്യൂഡ്, അതായത് ഒരു ഡിസ്ട്രക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് അത് എത്രത്തോളം ആണെന്ന് മാച്ചായി വരുന്ന ഏതൊക്കെയാണ്? എനോമിറ്റിയും സ്കെയിലും ക്വാണ്ടമാണ്. അപ്പം ഏതിലായിരിക്കും ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയ സിഗ്നിഫിക്കൻസ് ആണ് മാഗ്നിറ്റ്യൂഡുമായിട്ട് കണക്ഷൻ ഇല്ലാത്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഡസ് നോട്ട് മീൻ ഹാൻഡഡ് ഇൻ ദ സെന്റൻസ്? ഈ ഒരു സെന്റൻസിൽ ഹാൻഡഡിന് അതായത് ഉദ്ദേശിക്കാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ പറയുന്നത് ഷീ ഹാൻഡഡ് ദ ഡോക്യുമെന്റ്സ് ടു ദ റവന്യൂ ഓഫീസർ. So the options are option A delivered, option B gave, option C handle, option D passed. ഡെലിവേർഡ് നമുക്കറിയാം ഒരു സാധനം നമ്മൾ കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഹാൻഡഡിന് മീനിങ് തന്നെയാണ് നമ്മൾ ഗുഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്യാന്ന് നമ്മൾ പറയും. ഗേവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനാണ്, നമ്മൾ കൊടുക്കുന്നതിനാണ് ഗേവ് എന്ന് പറയാം. പിന്നെ പാസ്റ്റ് നമുക്കറിയാം നമ്മൾ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊടുക്കുന്നത്, അതായത് നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്യാന്നൊക്കെ പറയുന്നത്
ഏകദേശം ഹാൻഡിൽഡിന്റെ മീനിങ് ആണ്. പിന്നെയും ഹാൻഡിൽഡ് ആണ് ഇപ്പൊ ഇതിലെ റൈറ്റ് ആൻസർ. എന്താണ് ഹാൻഡിൽ എന്ന് പറയുന്നത്? നമ്മൾ പറയും ഒരു കൺട്രോൾ ചെയ്യുക, അതായത് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ഈ കൊടുക്കുന്ന എന്നുള്ള മീനിങ് അല്ല, അത് കൺട്രോൾ ചെയ്തോ ആ ഒരു കാര്യം എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആയിട്ട് ഹാൻഡിൽഡ് ആണ് ഇതിലെ ആൻസർ. അടുത്തത് ഇതില് ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് വുഡ് മേക്ക് ദ സെന്റൻസ് ഗ്രമാറ്റിക്കലി മോസ്റ്റ് കറക്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓപ്ഷൻസിൽ ഇതിൽ ഏത് വന്നാലാണ് നമ്മുടെ സെന്റൻസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആവാന്നാണ് ചോദിക്കുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് നഴ്സസ് ആർ കംപ്ലൈനിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എററായി തോന്നുന്നത്? ഓപ്ഷൻ എ ഒരു ചേഞ്ചും ഇല്ല, സെന്റൻസ് അതുപോലെയാന്ന് പറയുന്നു. ഓപ്ഷൻ ബി എന്താണ്? ഈസ് കംപ്ലൈനിങ്. ഓപ്ഷൻ സി വേർ കംപ്ലൈൻഡ്. ഓപ്ഷൻ ഡി ഡിഡ് കംപ്ലൈനിങ്. ഇതില് ആൻസർ ഓപ്ഷൻ ബി ആയ ഈസ് കംപ്ലൈനിങ് ആണ്. എന്തുകൊണ്ടാണത്? ഈ ഗ്രൂപ്പ് ഓഫ് നഴ്സസ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. ഓക്കെ, കളക്റ്റീവ് നൗൺ ആണ്. അതായത് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പൊ ഗ്രൂപ്പ്, ടീം അല്ലെങ്കിൽ നമ്മള് അതിനൊക്കെ നമ്മൾ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിന് എന്താണ് ഒരു സിംഗിൾ ആയിട്ടാണ് കാണുക. ഗ്രൂപ്പ്, ടീമിലൊക്കെ അങ്ങനത്തെ ഇതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ ഫോമാണ് ഉപയോഗിക്കേണ്ടത് വേർബിലൊക്കെ. അപ്പം ഈസ് കംപ്ലൈനിങ്, ദ ഗ്രൂപ്പ് ഓഫ് നഴ്സസ് ഇസ് കംപ്ലൈനിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, read the given statement and answer the question that follows. Whenever I eat an ice cream, I get a cold. Which of the following statements is or are definitely true? അപ്പം ഞാൻ എപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നോ അപ്പം എനിക്ക് കോൾഡ് വരുന്നതാണ് ഈ സെന്റൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയി തോന്നുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1, if I never eat an ice cream, I will never get a cold. ഞാൻ ഒരിക്കലും ഐസ്ക്രീം കഴിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കോൾഡ് വരില്ല എന്ന് പറയുന്നു. ഓപ്ഷൻ 2 എന്താണ് പറയുന്നത്? ഈറ്റിംഗ് ആൻ ഐസ്ക്രീം ഇസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ മീ ടു ഗെറ്റ് എ കോൾഡ്. ഒരു റീസൺ ആണ്, ഐസ്ക്രീം കഴിക്കുന്ന ഒരു റീസൺ ആണ് എനിക്ക് കോൾഡ് വരാനുള്ളതിൽ. പിന്നെ ഓപ്ഷൻ 3 പറയുന്നത് ഇഫ് ഐ ഹാവ് എ കോൾഡ് ഐ മസ്റ്റ് ഹാവ് ഈറ്റൺ ആൻ ഐസ്ക്രീം. എനിക്കൊരു കോൾഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ എയിൽ 2 only, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സിയിൽ ബോത്ത് 1 and 3, ഓപ്ഷൻ ഡിയിൽ 3 only. അപ്പം ഇതിൽ ഏതായിരിക്കും? നമുക്ക് പറയാം ഈ ഇഫ് ഐ നെവർ ഈറ്റ് ആൻ ഐസ്ക്രീം ഐ വിൽ നെവർ ഗെറ്റ് എ കോൾഡ് എന്നൊന്നും ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ഇഫ് ഐ ഹാവ് എ കോൾഡ് ഐ മസ്റ്റ് ഹാവ് ഈറ്റൺ ആൻ ഐസ്ക്രീം എന്നതും ഈ സെന്റൻസുമായിട്ട് ട്രൂ അല്ല. ആക്ച്വലി ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഈറ്റിംഗ് ആൻ ഐസ്ക്രീം ഇസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ മീ ടു ഗെറ്റ് എ കോൾഡ്. അതായത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അതായത് ഒരു റീസൺ ആണ്, അങ്ങനെ അത് പറയുന്നുള്ളൂ, അല്ലാതെ മറ്റേ സെന്റൻസിൽ പോലെ ഒന്നും മീനിങ് ഒന്നും കൺവേ ചെയ്യുന്നില്ല. അടുത്തത്, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. വി വർ സോ ഡിലേഡ് ദാറ്റ് ദ ഫുട്ബോൾ മാച്ച് ഡാഷ് ബൈ ദ ടൈം വി ഡാഷ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഓൾറെഡി ഫിനിഷ്ഡ് അറൈവ്ഡ്, ഓപ്ഷൻ ബി ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ് അറൈവ്ഡ്, ഓപ്ഷൻ സി ഓൾറെഡി ഫിനിഷ്ഡ് അറൈവ്ഡ് ആൻഡ് ഓപ്ഷൻ ഡി ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ് അറൈവ്ഡ്. ഇതിൽ ഏതായിരിക്കും? നമുക്കിതിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് മീനിങ് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ ഡിലേ ആയിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെന്നപ്പോഴേക്കും ഫുട്ബോൾ മാച്ച് ഫിനിഷ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ തീർന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താ, രണ്ട് ഈവൻസ്, രണ്ട് പാസ്റ്റിലുള്ള ഈവൻസിനെ കാണുന്ന, ഒന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോഴേക്കും മറ്റത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏതായിരിക്കും ഇവിടെ ഉപയോഗിക്കാനുള്ളത്? We were so delayed that the football match dash already finished, had already finished, already finished, had already finished. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഏതാണ്? ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ്. ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ് ഉള്ള രണ്ടെണ്ണം ഉണ്ട്, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. ദാറ്റ് ഫുട്ബോൾ മാച്ച് ബൈ ദ ടൈം വി ഡാഷ്. അപ്പം ഇതൊരു പാസ്റ്റ് ആണല്ലോ, സിമ്പിൾ പാസ്റ്റ് ആണ് പറയുക. അപ്പൊ നമ്മൾ അറൈവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡും അറൈവ്ഡും ആണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ ഇത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യന് മുന്നേയും ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 2019 കാണിച്ചിട്ടുണ്ടായിരുന്നു. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് വുഡ് മേക്ക് ദ സെന്റൻസ് ഗ്രാമാറ്റിക്കലി മോസ്റ്റ് കറക്റ്റ്. ഹൂ ലൈഫ് ഇസ് ഇറ്റ് എനിവേ. അതിന് ഹൂ ഈസ്, ഈ മറ്റേ ഇതിൽ കാണിക്കുന്നില്ല, ഇതിൽ എന്താ പറയാ, ഇതിന് നമുക്ക് ഈ ഒരു കോൺട്രാക്ട് ഇതിനെ ഈസും
അല്ലെങ്കിൽ ഹാസും ആക്കിയിട്ടും നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഹൂ ഈസ് ലൈഫ് ഈസ് ഇറ്റ് എനിവേ, ഹൂ ഹാസ് ലൈഫ് ഈസ് ഇറ്റ് എനിവേ എന്നൊക്കെ. അപ്പം അത് കറക്റ്റ് അല്ല ആക്ച്വലി. അപ്പൊ നമുക്ക് ഏതാണ് നോക്കേണ്ടത് ഓപ്ഷൻസിൽ? ഓപ്ഷനിലെ നോ ചേഞ്ച് പറയുന്നു, പക്ഷെ അതല്ല. ഹൂസ് ലൈഫ് ഈസ് ഇറ്റ് എനിവേ, ഹൂ ലൈഫ് ഈസ് ഇറ്റ് എനിവേ, ഹൂസസ് ലൈഫ് ഈസ് ഇറ്റ് എനിവേ. ഇതിൽ ഏതായിരിക്കും? ഹൂസസ് ആക്ച്വലി ഇസ് നോട്ട് റൈറ്റ്. ഹൂ ലൈഫ് ഈസ് ഇറ്റ് എനിവേ അതും ഒരു സെൻസ് തരുന്നില്ല. നമുക്ക് വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും നമ്മൾ ഈ ഒരു യൂസേജിലൂടെ തന്നെ. അപ്പൊ ഇതിൽ ഏതാണ്? ഹൂസ് ലൈഫ് ഇസ് ഇറ്റ് എനിവേ എന്നാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. അടുത്തത്, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. മൈ വൈഫ് ആൻഡ് ഡാഷ് വിൽ അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഓപ്ഷൻ എ മീ, ഓപ്ഷൻ ബി ഹിം, ഓപ്ഷൻ സി മൈസെൽഫ്, ഓപ്ഷൻ ഡി ഐ. ഇതിൽ ഏതായിരിക്കും വരിക? നിങ്ങൾക്ക് ഏതാണ് ഇതിൽ തോന്നുന്നത്? ഇതില് മൈ എന്ന് പറയുന്നത് പൊസഷൻ അഡ്ജക്റ്റീവ് എന്ന് പറയും. അതാണ് നമ്മൾ ഹർ അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്ന പൊസഷൻ അഡ്ജക്റ്റീവ് ആണ്. അപ്പം ഇതൊരു ഇവിടെ ആക്ച്വലി കറക്റ്റ് ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആയ ഐ ആണ്. അതൊരു നമ്മളെ സബ്ജക്ട് പ്രോണോൺ ആണ്. നമ്മളിപ്പം ഇതൊരു ഇവരെ സബ്ജക്റ്റ്, അതായത് ഐ, ഈ മൈ വൈഫ് ആ ഒരു ആളെ സബ്ജക്റ്റിനെ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മൈ വൈഫ് എന്ന് വന്നുകൊണ്ട് ഇവിടെ ഐ തന്നെയാണ് വരേണ്ടത്. ഇതൊരു വേറൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഒബ്ജക്ട് പ്രോണൗൺ ആയ മറ്റേ നമ്മളെ മീ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇതില് മൈ വൈഫ് ആൻഡ് ഐ വിൽ അറ്റൻഡ് ദ ഫംഗ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് വുഡ് മേക്ക് ദ സെന്റൻസ് ഗ്രാമാറ്റിക്കലി മോസ്റ്റ് കറക്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത് പറയാം. ദ ഹൗസ് ആസ് വെൽ ആസ് ദ ഗാർഡൻ വർ ടു ബി ട്രീറ്റഡ് ഫോർ എ ടെർമൈറ്റ് ഇൻഫെസ്റ്റേഷൻ. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എയിൽ പറയുന്നത് നോ ചേഞ്ച്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഹൗസ് ആസ് വെൽ ആസ് ദ ഗാർഡൻ ഇസ് ടു ബി ട്രീറ്റഡ് ഫോർ എ ടെർമൈറ്റ് ഇൻഫെസ്റ്റേഷൻ. ഓപ്ഷൻ സിയിൽ പറയുന്നത് ദ ഹൗസ് ആസ് വെൽ ആസ് ദ ഗാർഡൻ ആർ ഗോയിങ് ടു ബി ട്രീറ്റഡ് ഫോർ എ ടെർമൈറ്റ് ഇൻഫെസ്റ്റേഷൻ. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ദ ഹൗസ് ആസ് വെൽ ആസ് ദ ഗാർഡൻ നീഡ് ടു ബി ട്രീറ്റഡ് ഫോർ എ ടെർമൈറ്റ് ഇൻഫെസ്റ്റേഷൻ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇത് തോന്നുന്നത് കറക്റ്റ് ആവാനുള്ള ചാൻസ്? ഇതിൽ ആസ് വെൽ ഒക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക വിചാരിച്ചാൽ, നമ്മള് ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ള ഈ സബ്ജക്റ്റ് ഒക്കെ അല്ലേ, ഇതിന്റെ വെച്ചിട്ടാണ് നമ്മൾ സിംഗുലർ വേണോ പ്ലൂറൽ ഫോം വേർബ് വേണോ. അപ്പൊ ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ഫോം ഓഫ് വേർബ് കൊണ്ടെടുക്കും, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബും. അപ്പൊ ഇവിടെ ഹൗസ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? ഓപ്ഷൻ ബി ഈസ് ആണ് വരിക. അതായത് ദ ഹൗസ് ആസ് വെൽ ആസ് ദ ഗാർഡൻ ഈസ് ടു ബി ട്രീറ്റഡ് ഫോർ എ ടെർമൈറ്റ് infestation. So option B is the correct answer. Next, complete the sentence with the correct option. Nearly dashed by disease and the destruction of the habitat, koalas are now found only in isolated parts of eucalyptus forest. Options damaged, option B destroyed, option C decimated, option B dispersed. ഡാമേജ് എന്താന്ന് പറയാം, എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഇതിന് ഡാമേജ് പറയും. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മൊത്തമായിട്ട് അതിന്റെ എക്സിസ്റ്റൻസ് എന്ന രീതിയിൽ അങ്ങനെ ഡിസ്ട്രോയ് എന്ന് നമ്മൾ പറയും. ഡെസിമേറ്റ് എന്ന് പറഞ്ഞാൽ കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം പോപ്പുലേഷൻ മൊത്തമായിട്ട് അങ്ങ് റിമൂവ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓപ്ഷൻ ഡി ഡിസ്പേഴ്സ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഡിസ്പേഴ്സ് എന്ന് പറയും. ഇതിൽ ഏതാണ് മാച്ച് ഉള്ളത്? ഇത് കറക്റ്റ് ഡെസിമേറ്റഡ് ആണ്. ടു കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിമൂവ്, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാന്നൊക്കെ. അപ്പം നിയർലി ഡെസിമേറ്റഡ് ബൈ ഡിസീസ് ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഹാബിറ്റാറ്റ്, കോളാസ് ആർ നൗ ഫൗണ്ട് ഓൺലി ഇൻ ഐസൊലേറ്റഡ് പാർട്സ് ഓഫ് യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റ്. സോ ദാറ്റ്സ് ഓൾ. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. നമ്മൾ ഇതുപോലെ കൂടുതൽ സെഷൻസും ഉണ്ടാവും. നിങ്ങൾക്ക് മുന്നത്തെ ഉള്ള സെഷൻസും ഇപ്പോൾ ഉള്ള സെഷൻസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത ടിസ്നെറ്റ് നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത് വെച്ചാൽ, നമുക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ, ഏതൊരു ടോപ്പ് യൂണിവേഴ്സിറ്റീസിലായാലും നിങ്ങൾക്ക് ആണ് അഡ്മിഷൻ കിട്ടാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസിന് വേണ്ടിയിട്ട് Prepwise UG+നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം CUET PG, IIT JAM, TISSNET, CMAT എന്നിവയുള്ള എക്സാംസിനൊക്കെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തരം കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ലിങ്ക് ഉണ്ട്. അതുപോലെ രജിസ്റ്റർ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. Good evening all. Welcome to Prepwise UG+.
ടാർഗറ്റ് ടിസ്നെറ്റ് 2023 സീരീസിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ടിസ്നെറ്റ് 2018 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആയിരിക്കും ചെയ്യുക. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ട് നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് റെട്രിബ്യൂഷൻ? റെട്രിബ്യൂഷൻ എന്ന വേർഡിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള മീനിങ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റിട്ടേൺ, ഓപ്ഷൻ ബി റീഇൻസ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി റീഇറ്ററേഷൻ, ഓപ്ഷൻ ഡി റിവെഞ്ച്. ഇതിൽ ഏതായിരിക്കും? ആദ്യം റെട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. റെട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ, റോങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ആക്ട് ചെയ്തു കഴിഞ്ഞ് അതിന്റെ ഒരു പണിഷ്മെന്റ് ആയി കിട്ടുന്നത്, അതായത് ഒരു പകരം വീട്ടൽ പോലെയുള്ള ഒരു മീനിങ് ആണ് റെട്രിബ്യൂഷൻ ഉള്ളത്. അതിൽ നമുക്ക് നോക്കാം, റിട്ടേൺ ആണോ ഇതിൻ്റെത്, അതോ റീഇൻസ്റ്റേറ്റ്മെന്റ് ആണോ? റീഇൻസ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. റീഇറ്ററേഷൻ ആണോ, റിവെഞ്ച് ആണോ? നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ആൻസർ പറയാൻ പറ്റും. കാരണം നമുക്കറിയാം റിവെഞ്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടതും യൂസ് ചെയ്ത വേർഡും ആണ്. അപ്പം ഏതാണ്? ഓപ്ഷൻ ഡി ആയ റിവെഞ്ച് ആണ് റെട്രിബ്യൂഷൻ ആയിട്ടുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള മീനിങ്. ഐഡന്റിഫൈ ദ എറർ ഇൻ ദ സെന്റൻസ് ഇഫ് എനി. മോഡേൺ സിനിമാറ്റോഗ്രഫി ടെക്നിക്സ് ആർ ഫാർ സുപ്പീരിയർ ടു ദാറ്റ് എംപ്ലോയിഡ് ഇൻ ദ പാസ്റ്റ്. അപ്പൊ ഇതില് പറയുന്ന ഏത് പാർട്ടിലൊക്കെയാണ് എറർ എന്ന് ചോദിക്കുന്നുണ്ട്. മോഡേൺ സിനിമാറ്റോഗ്രഫി ആണോ, ആർ ഫാർ സുപ്പീരിയർ ടു, that employed in the past, അല്ലെങ്കിൽ നോ എറർ? ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇതിൽ തോന്നുന്നത്? മോഡേൺ സിനിമാറ്റോഗ്രഫി ആണോ, ടെക്നിക്സ് ആർ ഫാർ സുപ്പീരിയർ ടു ആണോ, അതോ ദാറ്റ് എംപ്ലോയിഡ് ഇൻ ദ പാസ്റ്റ് ആണോ, അതോ നോ എറർ ആണോ? ഇതിൽ എവിടെയാണ് എറർ വരുന്നത് വെച്ചാൽ ഓപ്ഷൻ സി ആയ that employed in the past. എന്തുകൊണ്ടായിരിക്കും ഇവിടെ വരേണ്ടത്? those employed ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് those ആണ് വരേണ്ടത്. കാരണം എന്താ വിചാരിച്ചാൽ ടെക്നിക്സ് എന്ന വേർഡ്, സിനിമാറ്റോഗ്രഫി ടെക്നിക്സ് ഒരു പ്ലൂറൽ വേർഡ് ആണ്. അപ്പൊ അതിന് those ആണ് അതിലേക്ക് വരേണ്ടത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, ഇതുപോലെ എറർ കണ്ടുപിടിക്കാനാണ്. he wondered whether he could make it through the storm as there was no safe haven in sight and it was pouring cats and dogs with the roads full of gushing. Actually questionല് with ആണ് വരേണ്ടത്. ഓക്കെ, with the roads full with gushing water. ഇതിൽ ഏതാണ് എറർ എന്നാ ചോദിക്കുന്നത്? he could make it ആണോ, അതോ no safe haven in sight സെക്കൻഡ് പാർട്ട് ആണോ, അതോ full with gushing water ആണോ, അല്ലെങ്കിൽ no error ആണോ? ഏതാണ് ഇതിൽ വരുന്നത്? ഇതിൽ എറർ ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആയ ഫുൾ വിത്ത് ഗഷിംഗ് വാട്ടർ. അപ്പം ഈ വിത്ത് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ മാറ്റിയിട്ട് അവിടെ വരേണ്ടത് ഓഫ് ആണ്. ഓക്കെ, സോ ദിസ് സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഈ സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയാം. ഇറ്റ്സ് എ വണ്ടർ ദാറ്റ് dash still such a popular band even after 20 years of being on the music charts. അപ്പൊ പറയുന്നത് ഒരു പോപ്പുലർ ബാൻഡിനെ പറ്റിയാണ്. മ്യൂസിക് ചാർട്സിൽ ഇത്രയും 20 ഇയേഴ്സിലുള്ള ഒരു പോപ്പുലർ ബാൻഡിനെ പറ്റി. അപ്പൊ ആ ഒരു ബാൻഡിനെ സ്പെസിഫൈ ചെയ്യുന്ന ഇവിടെ എന്താണ് വരേണ്ടത്? ദേ ആർ എന്നൊരു കോൺട്രാക്ഷൻ ആണ് ദേ ആറിൻ്റെത്. പിന്നെ ദയേഴ്സ് ആണോ, അതോ ദർ ആണോ, ദയർ ആണോ? ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഇതിൽ ദയേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻകറക്റ്റ് ആണ്. ദർ എന്നൊരു സെന്റൻസ് ആണ്. ഇത് പറയുന്നത് ഒരു പോപ്പുലർ ബാൻഡിനെ പറ്റിയിട്ടാണ്. ദയർ, ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആയ ദേ ആർ. ഇറ്റ്സ് എ വണ്ടർ ദാറ്റ് ദേ ആർ സ്റ്റിൽ സച്ച് എ പോപ്പുലർ ബാൻഡ് ഈവൻ ആഫ്റ്റർ 20 years ഓഫ് ബീയിങ് ഓൺ ദ മ്യൂസിക് ചാർട്ട്സ്. അപ്പൊ നമ്മൾ പോപ്പുലർ ബാൻഡിനെ പറ്റിയിട്ടാണ് പറയുന്നത് ദേ. അപ്പൊ നമ്മൾ ആർ ഫോം ആണ് യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് ആൻസർ. None of the students prepared for the examination as far as answering the examination paper was concerned. They were all dash. ഇതിൽ ഒരു സ്റ്റുഡൻസും എക്സാമിനേഷനിൽ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം എക്സാമിനേഷൻ പേപ്പറിൽ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതാണ്, ഏത് ഇഡിയം ആയിരിക്കും മാച്ച്? മേക്കിംഗ് ദെയർ മാർക്ക്, ഓപ്ഷൻ ബി സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട്, ഓപ്ഷൻ സി സ്കോറിംഗ് എ സിറ്റ്, ഓപ്ഷൻ ഡി ബാക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ നമുക്ക് അറിയണം. മേക്കിംഗ് ദ മാർക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു റെക്കഗ്നീഷൻ വരിക എന്നുള്ള ഒരു അർത്ഥമാണ്. സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ അവസ്ഥയിലാണ് എന്നുള്ളൊരു കാണിക്കാനാണ്.
സ്കോറിംഗ് എ സിറ്റർ എന്ന് പറഞ്ഞാൽ സിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയർ ഗോൾ മിസ്സാവുന്നതിന് ഒരു നല്ല ചാൻസ് ഉണ്ടായിട്ടും മിസ്സാവുന്നതിനാണ് സ്കോറിംഗ് എ സിറ്റർ എന്ന് പറഞ്ഞാൽ. ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഇന്റന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആക്ച്വലി ആ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത ആക്ഷനോ അല്ലെങ്കിൽ രീതിയോ തെറ്റായിരിക്കും. അപ്പം ഇതിൽ ഏതാണ് ഇതിൽ ആൻസർ? ഇതിൽ നമുക്കറിയാം സ്റ്റുഡൻസ് ആരും ഒന്നും പഠിച്ചില്ല എക്സാമിനേഷന്, അപ്പൊ എല്ലാവരും ഒരേ അവസ്ഥയിലാണ്. അപ്പൊ എന്താണ് അവര്? ഓപ്ഷൻ ബി ആയ സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. The itinerary set by their travel agent included so many stops in a dash amount of time that they received only the most dash impressions of the places they visit. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ സഫിഷ്യന്റ് കഴ്സറി, ഓപ്ഷൻ ബി ജനറസ് അബൈഡിങ്, ഓപ്ഷൻ സി ബ്രീഫ് ഫ്ലീറ്റിംഗ്, ഓപ്ഷൻ ഡി ലിമിറ്റഡ് ലാസ്റ്റിംഗ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആൻസർ ആപ്റ്റ് ആയിട്ട് തോന്നുന്നത്? നമുക്ക് ഓരോന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ മാച്ച് എന്ന് എക്സാമിലൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതില് നമ്മളൊരു മീനിങ് വെച്ച് ഓൾറെഡി നോക്കുമ്പോൾ എന്താ, ട്രാവൽ ഏജന്റ് ഒരുപാട് ഐറ്റിനറി, ഒരുപാട് പോകേണ്ട സ്ഥലമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രത്യേക എമൗണ്ട് ഓഫ് ടൈമിൽ ഇവിടെ ദാറ്റ് ദേ റിസീവ്ഡ് ഓൺലി എന്ന് നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ വരാനുള്ള ചാൻസ്. അപ്പം അവർക്ക് പ്ലേസസ് അധികം കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് ഈ ഒരു സെന്റൻസ് കൊണ്ട്. അപ്പൊ ഇതിൽ സഫിഷ്യന്റ് കഴ്സറി ആവോ, ജനറസ് അബൈഡിങ്, ബ്രീഫ് ഫ്ലീറ്റിംഗ്, ലിമിറ്റഡ് ലാസ്റ്റിംഗ്? സോ ഇതിൽ സെൻസ് തരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ദ ഐറ്റിനറി സെറ്റ് ബൈ ദെയർ ട്രാവൽ ഏജന്റ് ഇൻക്ലൂഡഡ് സോ മെനി സ്റ്റോപ്സ് ഇൻ എ ബ്രീഫ് എമൗണ്ട് ഓഫ് ടൈം, വളരെ കുറച്ച് സമയം. ദാറ്റ് ദേ റിസീവ്ഡ് ഓൺലി ദ മോസ്റ്റ് ഫ്ലീറ്റിംഗ് ഇംപ്രഷൻസ്, വളരെ ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഒരു കുറച്ച് രീതിയിലുള്ള ഇംപ്രഷൻസ് അവർക്ക്, അല്ലെങ്കിൽ അത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ അവർ വിസിറ്റ് ചെയ്ത പ്ലേസസിന്. നെക്സ്റ്റ് എറർ കണ്ടുപിടിക്കുകയാണ്. ഇൻ ദിസ് വേ ന്യൂക്ലിയർ ഫിഷൻ ഓർ ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദ ആറ്റംസ് ഹാവ് ബീൻ അച്ചീവ്ഡ്. ഇതിൽ ഇൻ ദിസ് വേ ന്യൂക്ലിയർ ഫിഷൻ ആണോ, ഓർ ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദ ആറ്റംസ് ആണോ, ഹാവ് ബീൻ അച്ചീവ്ഡ് ആണോ, അല്ലെങ്കിൽ ഇത് ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, നോ എറർ ആണോ വേണ്ടത്? ഇതില് ഏതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിൽ ഓപ്ഷൻ സി ആയ ഹാവ് ബീൻ അച്ചീവ്ഡ് ആണ് ഇതിൽ എറർ. എന്ത് വരണം അതിന് പകരം? ഹാസ് ബീൻ ആണ് വരേണ്ടത്. ന്യൂക്ലിയർ ഫിഷനൊക്കെ ഒരു സിംഗുലർ ആയിട്ടാണ് കാണുന്നത്, അപ്പം ഹാവിന് പകരം നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഹാസ് ബീൻ അച്ചീവ്ഡ്. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. മിസ് കപൂർ recommended perseverance and dash in dealing with the activist rather than the uncompromising approach the government had adopted. Option A patience, option B persistence, option C joviality, option D acrimony. ഇതിൽ ഏതാണ് ആൻസർ? ഈ പെർസീവറൻസുമായിട്ടുള്ള കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കണമല്ലോ വേണ്ടത്. പേഷ്യൻസ് ആണോ, ക്ഷമയാണോ? പെർസിസ്റ്റൻസും പെർസീവറൻസും ഒരേ മീനിങ് ആണ്. പിന്നെ ജോവിയാലിറ്റി ആണോ, അക്രിമനി ഒരു ബിറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നൊക്കെയാണ് പറയാം. അപ്പൊ ഇതിൽ ഏതായിരിക്കും കോംപ്ലിമെന്റ് ചെയ്യുന്നത്? അതായത് അവർ ആക്ടിവിസ്റ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം? ഒന്ന് പെർസീവറൻസ്, അതായത് പെർസിസ്റ്റൻസ് വേണം. പിന്നെ പെർസിസ്റ്റൻസ് എന്തായാലും വരില്ലല്ലോ. അക്രിമണി അല്ല. ജോവിയാലിറ്റി എന്ന ഈ സിറ്റുവേഷനിൽ ഒട്ടും മാച്ച് അല്ല. അപ്പൊ ഏതായിരിക്കും? പേഷ്യൻസ് ആണ് വേണ്ടത്. പെർസീവറൻസ് ആൻഡ് പേഷ്യൻസ് ഇൻ ഡീലിംഗ് വിത്ത് ദ ആക്ടിവിസ്റ്റ് റാദർ ദാൻ ദ അൺകോംപ്രമൈസിംഗ് അപ്രോച്ച് ദ ഗവൺമെന്റ് ഹാഡ് അഡോപ്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The land reforms were diluted, if not sabotaged, in dash with politicians and highly placed legal officials. ഇതിൽ ഓപ്ഷൻ എ കൊല്യൂഷൻ ആണോ, ഓപ്ഷൻ ബി എഗ്രിമെന്റ്, ഓപ്ഷൻ സി പാൻഡിമോണിയം, ഓപ്ഷൻ ഡി കോർപ്പറേഷൻ? ഇതിൽ നമ്മൾ ഇതൊക്കെ നോക്കാം. ഡൈല്യൂട്ടഡ്, സാബറ്റേജ് ഒക്കെ ഒരു നെഗറ്റീവ് ടോൺ ആണല്ലോ തരുന്നത്. അപ്പൊ ഏതായിരിക്കും ഇതിന് വരാം? ഈ അഗ്രിമെന്റ്, കോർപ്പറേഷൻ, പാൻഡിമോണിയം ഒക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടോണാണ് തരുന്നത്. കൊല്യൂഷൻ ആണ് നെഗറ്റീവ് ടോൺ. കൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, അലയൻസ് വിത്ത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അവർക്ക് എന്തോ ഒരു അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പം അത് സീക്രട്ട് ആയിട്ട് അവർ ചെയ്യുന്നതിനെയാണ് കൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഇതിൽ നമുക്കറിയാം ഈ ഒരു ഇതിൽ പൊളിറ്റീഷ്യൻസും ഹൈലി പ്ലേസ്ഡ് ഒരു കൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം സെന്റൻസിൽ ഇതിൽ കറക്റ്റ് ഏതാണ്? കൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കറക്റ്റ്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Next question. Neither the bank manager nor the other staff members were able to calm the distressed client. Was able to calm the distressed client. No error. ഇതിൽ ഏതാണ്? അതായത് ഫസ്റ്റ് പാർട്ടിലുള്ള നെയ്തർ ദ ബാങ്ക് മാനേജർ നോർ ദ അതർ ആണോ, അല്ലെങ്കിൽ വാസ് ഏബിൾ ആണോ, ഓപ്ഷൻ സി ആയ ദ ഡിസ്ട്രെസ് ക്ലൈന്റ് ആണോ, ഓപ്ഷൻ ഡി നോ എറർ ആണോ? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതാണ് എറർ ആയിട്ട് തോന്നുന്നത്, ഏത് മാറ്റാന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്? ഇതില് വാസ് ഏബിൾ,
ആണ് എറർ ഉള്ള പാർട്ട്. എന്തുകൊണ്ടാണ്? വാസ് ഏബിൾ. നമ്മളെ സ്റ്റാഫ് മെമ്പേഴ്സ് ഈ നെയ്തർ നോറൊക്കെ വരുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള സബ്ജക്റ്റിനെയാണ് നോക്കുക. അതായത് സ്റ്റാഫ് മെമ്പേഴ്സ് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ ഇവിടെ വാസ് അല്ല വരേണ്ടത്, വേർ ആണ് വരേണ്ടത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ മനസ്സിലായല്ലോ, ഓപ്ഷൻ ബി ആയ വാസ് ഏബിൾ ആണ് റോങ് ആയിട്ടുള്ള ആൻസർ. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ മുന്നേ ചെയ്തിട്ടുള്ളതൊക്കെ ചെയ്ത് നോക്കുക. യു ഹാവ് ടു കീപ് പ്രാക്ടീസിങ്. നിങ്ങളെ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രെപ്വൈസ് UG+ലേക്ക് നിങ്ങൾക്ക് ഗൈഡൻസോ സപ്പോർട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പ്രെപ്വൈസ് UG+, CUT PG, IIT JAM, TISSNET, CMAT എന്നീ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മേക്ക് യൂസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. Good evening all. Welcome to Prepwise UG+. Target TISSNET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. TISSNET 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ട്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാസേജ് ക്വസ്റ്റ്യൻ ആണ്. സോ ഐ വിൽ റീഡ് ദിസ് പാസേജ്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. To those who do listen, the desert speaks of things with an emphasis quite different from that of the shore, the mountain, the valley, or the plains. Whereas these invite action and suggest limitless opportunity and exhaust less resources, the implications and the mood of the desert are something different. For one thing, the desert is conservative and not radical. It is more likely to provide awe than to invite conquest. The heroism which it encourages is the heroism of endurance, not that of conquest. It brings man up against this limitation, turns him up on himself, and suggests values which more intelligent regions suppress. Sometimes it includes contemplation in men who have never contemplated before, and of all the answers to the question, what is a desert good for? Contemplation is perhaps the best. സോ ഇതാണ് പാരഗ്രാഫ്. കൂടുതൽ ഡെസേർട്ടിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. നമുക്കിതിനെ ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് അതിൻ്റെ ആൻസറും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു റിസീവ് ദ ഡെസേർട്ട്സ് മെസ്സേജ് ദ ബിഹോൾഡർ നീഡ്സ് ടു ബി. ഓപ്ഷൻ എ ഗുഡ് ലിസ്ണർ, ഓപ്ഷൻ ബി കറേജിയസ് ഇൻ ഹിസ് റിയാക്ഷൻ, ഓപ്ഷൻ സി റിഫ്ലക്റ്റീവ് ബൈ നേച്ചർ, ഓപ്ഷൻ ഡി കൺസർവേറ്റീവ് ഇൻ ഹിസ് റെസ്പോൺസസ്. സോ ഒരു ഡെസേർട്ടിന്റെ മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടി ഇത് കാണുന്ന ബിഹോൾഡർ എന്തായി തീരണം? ഒരു ഗുഡ് ലിസണർ ആണോ, അല്ലെങ്കിൽ കറേജിയസ് ആണോ, റിഫ്ലക്റ്റീവ് ആണോ, അതോ കൺസർവേറ്റീവ് ആണോ? നമുക്കിതിൽ കുറെ കാര്യത്തിൽ ഇതിലൊരു ഓവറോൾ ഐഡിയ തരുന്നത് എന്താന്ന് വെച്ചാൽ, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടംപ്ലേഷൻ അങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട്. അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആയ റിഫ്ലക്റ്റീവ് ബൈ നേച്ചർ ആണ്. അതായത് ഡെസേർട്ടിന്റെ മെസ്സേജ് റിസീവ് ചെയ്യാൻ ദ ബിഹോൾഡർ നീഡ്സ് ടു ബി റിഫ്ലക്റ്റീവ് ബൈ നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് ഇറ്റ് ബ്രിങ്സ് മാൻ അപ്പ് അഗെയിൻസ്റ്റ് ദിസ് ലിമിറ്റേഷൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. ഇതിൽ ഈ ഫ്രേസിൽ ഇറ്റ് ബ്രിങ്സ് മാൻ അപ്പ് അഗെയിൻസ്റ്റ് ദിസ് ലിമിറ്റേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസിൽ നോക്കിയിട്ട്. ഓപ്ഷൻ എ, മാൻ ഫീൽസ് ഹോപ്പ്ലെസ് അബൌട്ട് ഹിസ് ലിമിറ്റേഷൻസ്. Option B, man is made aware of his limitations. Option C, man is persuaded to overcome his limitation. Option D, man is compelled to fight against his limitation. So ഇതിൽ ഏതായിരിക്കും ആൻസർ? അതിൽ പറയുന്നുണ്ട് നമുക്ക് ഇതിലൊക്കെ, heroism which it encourages is the heroism of endurance, not that of conquest. It brings man up against this limitation, turns him upon himself. ഇതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാൻ ഈസ് മെയ്ഡ് അവെയർ ഓഫ് ഹിസ് ലിമിറ്റേഷൻ. അതായത് ഇതിൽ മാൻ്റെ ലിമിറ്റേഷനെ പറ്റിയിട്ട് അറിയിക്കുകയാണ് ഈ ഒരു ഫ്രേസിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആയ മാൻ ഈസ് മെയ്ഡ് അവെയർ ഓഫ് ഹിസ് ലിമിറ്റേഷൻസ് ആണ് ആൻസർ. ദ ഡെസേർട്ട് ഈസ് യുണീക്ക് എമംഗ് ലാൻഡ്സ്കേപ്സ് ഇൻ ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഡാഷ്.
അപ്പോൾ മറ്റു ലാൻഡ്സ്കേപ്സിൽ നിന്ന് ഡെസേർട്ട് യുണീക്ക് ആവാനുള്ള കാരണം എന്താ? പാസേജ് മൊത്തം വായിച്ചിട്ട് എന്താണ് തോന്നുന്നത്? അത് ഓപ്ഷൻ എ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണോ, ഓപ്ഷൻ ബി ജഡ്ജ്മെന്റൽ, ഓപ്ഷൻ സി അഡ്വെഞ്ചറസ്, ഓപ്ഷൻ ഡി കൺവെൻഷണൽ? സോ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആയ കോൺസ്റ്റന്റ് ആണ്. സോ desert is relatively constant, unlike other landscapes. The writer calls the desert conservative rather than radical because it provides an environment that dash. Option A inspires one to test one's endurance. Option B makes one gloomy. Option C inspires man to explore it. Option D offers unlimited opportunity to conquer it. റൈറ്റർ ഡെസേർട്ടിനെ കൺസർവേറ്റീവ് അല്ലാതെ റാഡിക്കൽ ആണെന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഇതാ, ദ ഡെസേർട്ട് ഇസ് കൺസർവേറ്റീവ് ആൻഡ് നോട്ട് റാഡിക്കൽ. ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു പ്രൊവൈഡ് ഓ ദാൻ ടു ഇൻവൈറ്റ്. ദ ഹീറോയിസം വിച്ച് ഇറ്റ് എൻകറേജസ് ഇസ് എ ഹീറോയിസം ഓഫ് എൻഡ്യൂറൻസ്. സോ എന്താണ് ആൻസർ? എൻഡ്യൂറൻസ് വരുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഇൻസ്പയേഴ്സ് one to test one's endurance. ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if one responds with insight to the mood of the desert, it evokes. എന്താണ് നമ്മൾ ഡെസേർട്ടിന്റെ മൂഡിനനുസരിച്ചാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ഇമോഷൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത്? ഓപ്ഷൻ എ ഇന്റൻസ് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ബി ഡീപ് തോട്ട്ഫുൾനെസ്, ഓപ്ഷൻ സി ഹീറോയിക് കോൺക്വസ്റ്റ്, ഓപ്ഷൻ ഡി റിസോഴ്സ്ഫുൾനെസ്. ഇതിൽ ഏതായിരിക്കും? കൂടുതൽ നമ്മളിതിൽ കണ്ടു തോട്ട് അല്ലെങ്കിൽ കണ്ടംപ്ലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നു, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ. ഹീറോയിക് കോൺക്വസ്റ്റ് ഒന്നും അല്ലാന്ന് ഒബ്വിയസ്ലി അതിൽ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആയ ഡീപ് തോട്ട്ഫുൾനെസ് ആണ് ആൻസർ. അടുത്തതും ഒരു പാസേജ് ആണ്. ഈ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മൾ ഇങ്ങനത്തെ പാസേജിലൊക്കെ ഒരു കറക്റ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് ഓവറോൾ വായിച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഓപ്ഷൻസിൽ ഏറ്റവും ക്ലോസർ ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പാസേജ് വായിക്കാം. Before the grass has thickened on the roadside verges and leaves have started growing on the trees, it's a perfect time to look around and see just how dirty Britain has become. The pavements are stained with chewing gum that has been spat out, and the gutters are full of discarded fast food cartons. Years ago, I remember traveling abroad and being saddened by the plastic bags, discarded bottles, and soiled nappies at the edge of every road. Nowadays, Britain seems to look at least as bad. What has gone wrong? The problem is that the rubbish created by our increasingly mobile lives lasts a lot longer than before. If it is not cleared up and properly thrown away, it stays in the undergrowth for years. A semi-permanent reminder of what a tatty little country we have now. Firstly, it is estimated that 10 billion plastic bags have been given to shoppers. This will take anything from 100 to 1000 years to rot. However, it is not as if there is no solution to this. A few years ago, the Irish government introduced a tax on non-recyclable carrier bags and in 3 months reduced their use by 90%. When he was a minister, Michael Meacher attempted to introduce a similar arrangement in Britain. The plastic industry protested, of course. However, they need not have bothered. The idea was killed before it could draw breath, leaving supermarkets free to give away plastic bags. What is clearly necessary right now is some sort of combined initiative, both individual and collective, before it is too late. The alternative is to continue sliding downhill until we have a country that looks like a vast municipal rubbish tip. We may well be at the tipping point, yet we know that people respond to their environment. If things around them are clean and tidy, people behave cleanly and tidily. If they are surrounded by squalor, they behave squalidly. Now much of Britain looks pretty squalid. What will it look like in 5 years? ഇതാണ് പാസേജ്. ഇതിൽ നമ്മുടെ ഓതർ ബ്രിട്ടനിലെ അതായത് വളരെ ഗാർബേജ് ഒക്കെ കൂടിക്കിടക്കുന്ന ഉള്ള ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെ അവസാനം അത് എൻഡ് ചെയ്യുന്നത്, എന്ത് നമുക്ക് ചെയ്യാം, ഒരുമിച്ച് ചെയ്താലേ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെന്താ, എങ്ങനെയാണ് ബ്രിട്ടനിലെ ഒരു ഒരു മിനിസ്റ്റർ ഇതിന് മാറ്റം വരുത്തുന്നത്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടുവരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്.
അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇറ്റ് ഈസ് ജനറൽ നോളജ് ദാറ്റ് ഓപ്ഷൻ എ പീപ്പിൾ ബിഹേവ് അക്കോർഡിംഗ് ടു വാട്ട് ദേ സീ അറൗണ്ട് ദം. ഓപ്ഷൻ ബി പീപ്പിൾ ആർ ലൈക്ക് എ വാസ്റ്റ് മുനിസിപ്പൽ റബിഷ് ടിപ്പ്. ഓപ്ഷൻ സി പീപ്പിൾ ആർ ക്ലീൻ ആൻഡ് ടൈഡി. ഓപ്ഷൻ ഡി പീപ്പിൾ ആർ സ്ക്വാളിഡ്. ഇതിൽ ഏത് അർത്ഥമാണ് കൊടുക്കുന്നത്? അതായത് പീപ്പിൾ നമ്മൾ ചുറ്റും കാണുന്നതിനനുസരിച്ചാണ് പീപ്പിൾ ബിഹേവ് ചെയ്യുക. അതായത് ചുറ്റും ക്ലീൻ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മളും അതുപോലെ പെരുമാറും, അല്ലെങ്കിൽ ഫുൾ ഡേർട്ടൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ആണ് അതിനനുസരിച്ച് നമ്മളും ആക്ഷൻസിലൂടെ അത് കാണിക്കും. അതാണോ ഇതിൽ? അല്ലെങ്കിൽ പീപ്പിൾ ആർ ലൈക്ക് എ വാസ്റ്റ് മുനിസിപ്പൽ റബിഷ് ടിപ്പ് ആണോ, അതോ പീപ്പിൾ ആർ ക്ലീൻ ആൻഡ് ടൈഡി ഓർ പീപ്പിൾ ആർ സ്ക്വാളിഡ്? സോ ഇതിൽ ഏതാണ് ആൻസർ? ഇതിൽ ലാസ്റ്റ് പാസേജിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ ആയ പീപ്പിൾ ബിഹേവ് അക്കോർഡിംഗ് ടു വാട്ട് ദേ സീ അറൗണ്ട് ദം. സോ അതാണ് ആൻസർ. മൈക്കൽ മീച്ചർ മിനിസ്റ്റർ എന്തൊക്കെയാണ് അതിന് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഓപ്ഷൻ എ ഇഷ്യൂഡ് ഓർഡേഴ്സ് ടു ഫോളോ ദ ഐറിഷ് എക്സാമ്പിൾ വിത്ത് എ ടാക്സ് ഓൺ പ്ലാസ്റ്റിക് ബാഗ്സ്. Option B, try to follow the Irish example with a tax on plastic bags. Option C, follow the Irish example with a tax on plastic bags. Option D, question the plastic industry who weren't bothered about the tax. Option A അല്ല, ഇഷ്യൂ ഒന്നും ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ ഓപ്ഷൻ സിയിൽ അതുപോലെ തന്നെ ഐറിഷ് എക്സാമ്പിൾ ഫോളോ ചെയ്തിട്ടില്ല. എന്താ ചെയ്തത്? ട്രൈ ചെയ്തു, ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് ഫെയിലായി. അപ്പം ഓപ്ഷൻ ബി ആയ ട്രൈ ടു ഫോളോ ദ ഐറിഷ് എക്സാമ്പിൾ വിത്ത് എ ടാക്സ് ഓൺ പ്ലാസ്റ്റിക് ബാഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ റൈറ്റർ, ഇയേഴ്സ് അഗോ തിങ്സ് യൂസ് ടു ബി. ഓപ്ഷൻ എ ദ സെയിം അബ്രോഡ് ആസ് കമ്പയർഡ് ടു ബ്രിട്ടൻ, ദ ബെറ്റർ അബ്രോഡ് ആസ് കമ്പയർഡ് ടു ബ്രിട്ടൻ, worse abroad as compared to Britain, worse but now things are better abroad. ഇതിൽ ഏത് കാര്യങ്ങളാണ് പാസേജിൽ പറയുന്നത്? പാസേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യം എബ്രോഡിൽ പോയൊരു ഭയങ്കര മോശമായ ഒരു അനുഭവത്തിനെ പറ്റി പറയുന്നുണ്ട്, എന്നിട്ടാണ് ബ്രിട്ടൻ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത്. അപ്പം അന്നത്തെ വെച്ച് നോക്കുമ്പോൾ എബ്രോഡ് എന്താണ് വേഴ്സ് ആന്നുള്ള രീതി, അതായത് വേഴ്സ് എബ്രോഡ് ആസ് കമ്പയർഡ് ടു ബ്രിട്ടൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഫോർ ദ റൈറ്റർ, ദ പ്രോബ്ലം ഈസ് ദാറ്റ് rubbish lasts longer than it used to. Option B, Britain is a tatty country. Option C, rubbish is not cleared up. Option D, our society is increasingly mobile. ഇതിൽ ഏതാണ് മെയിൻ പ്രോബ്ലം? ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ മെയിൻ പ്രോബ്ലം എന്താണ്? ഈ പാസേജിൽ ഒരു ഓവറോൾ ആയിട്ടുള്ളത് പറയുന്നത് എന്താണ്? അതായത് ഇതിൽ നമുക്കറിയാം അവിടെ ബ്രിട്ടനിൽ കുറേ ഇതുണ്ട്, പക്ഷെ അതൊക്കെ ഈ ചൂയിങ്കം മറ്റതൊക്കെ അവിടെ തന്നെ കിടക്കുന്നതുകൊണ്ട് അത് ലോങ് ലാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു മൊത്തമായിട്ട് അത് ഒരു ഫുള്ളി ഡേർട്ടായി മാറുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ എ ആയ റബ്ബിഷ് ലാസ്റ്റ് ലോങ്ങർ ദാൻ ഇറ്റ് യൂസ് ടു. സോ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൈറ്റർ തിങ്സ്, ഓപ്ഷൻ എ, we need to work together to solve the problem. Option B, we are at the tipping point. Option C, it is too late to do anything. Option D, there is no alternative. അപ്പോൾ ഇതിൽ ഏത് കാര്യങ്ങളാണ് റൈറ്റർ പറയുന്നത്? റൈറ്റർ ലാസ്റ്റ് പാസേജിൽ പറയുന്നുണ്ട് എന്താണ്? നമ്മൾ കളക്റ്റീവായിട്ട് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പായിട്ടും നമ്മൾ ഈ കാര്യത്തിന് ചെയ്യണം. അപ്പം ഏതാണ് ആൻസർ? ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ളത് വി നീഡ് ടു വർക്ക് ടുഗെദർ ടു സോൾവ് ദ പ്രോബ്ലം. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ദാറ്റ്സ് ഓൾ. ഇന്ന് നമ്മൾ 2 പാസേജ് ചെയ്തു. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ഈ സീരീസിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, പാസേജ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വെർബൽ എബിലിറ്റിയും മറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സീരീസ് ഒക്കെ കാണുക, എന്നാലും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾക്ക് PG ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് Prepwise UG+ൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം Prepwise UG+, CUET PG, IIT JAM, TISSNET, CMAT എന്നിവയിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിലുണ്ടോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So that's all. Make use of this platform and thank you for watching this video. Bye.